ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് വരുന്ന ഏറ്റവും വലിയ കമന്റ്സ് എന്താണെന്നറിയോ? ഈദ് വ്ളോഗ് എവിടെ, ഈദ് വ്ളോഗ് എവിടെ എന്നും പറഞ്ഞിട്ടാണ്. ഞാനത് എവിടെ നിർത്തി തരാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് ഈദ് എന്നുള്ളൊരു ദിവസമേ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഉറങ്ങിപ്പോയി എന്നും പറഞ്ഞ അവിടെ വൈൻഡപ്പ് ചെയ്തത്. അതിനുശേഷം ഞാൻ വീണ്ടും ബോധം കെട്ട് ഉറങ്ങി. വൈകുന്നേരം എന്ന് പറയാൻ പറ്റില്ല, രാത്രി 7 മണിക്കാണ് എണീക്കുന്നത്. എന്തെല്ലോ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു, എന്നെ എന്തെല്ലോ കാരണങ്ങൾ കൊണ്ട് തളർത്തിയിട്ടു. എനിക്ക് എണീക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈദിന്റെ ദിവസം എന്ന് പറയാം എണീറ്റിട്ടില്ല ഗൈസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എനിക്ക് ഒത്തിരി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഡ്രസ്സ് പോലെ എടുത്ത് തുറന്നു നോക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഈദ് റീക്രിയേറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് അത് ഇന്നത്തെ ദിവസമാണ്. അതുകൊണ്ട് ഞാൻ രാത്രി വീണ്ടും ഉറക്കമൊഴിഞ്ഞിരുന്ന് മെഹന്തി കിട്ടിയിട്ടുണ്ട്. സോ ഇത് നമ്മളുടെ ഈദ് വ്ളോഗായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഞാനിപ്പോ എണീറ്റതേ ഉള്ളൂ. ഇനി ഇതെല്ലാം കളയണം. എന്നിട്ട് കുക്കിംഗ് ഉണ്ട്. കുക്കിംഗ് ഒന്നും ഞാൻ അതിനകത്ത് കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും സമയമില്ല. ബിക്കോസ് ഗസ്റ്റ് ഉണ്ട്. ഞാൻ എന്താണ് കുക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതിനുശേഷം ഏത് ഡ്രസ്സാണ് ഞാൻ ഇടാൻ വേണ്ടി പോകണമെന്നുള്ളത് ഇപ്പൊ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഒത്തിരി കമന്റ്സ് ഉണ്ടായിരുന്നു, ഏത് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് ഈ കളർ കൊള്ളാം, ആ കളർ കൊള്ളാം, ആ ഡ്രസ്സുള്ള ഈ ഡ്രസ്സുള്ള എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല ഏത് ഡ്രസ്സ് ഇടണമെന്നുള്ളത്. നമുക്ക് ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാൻ കുളിച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടെ വന്നിട്ട് നോക്കിയിട്ട് ഞാൻ പറയാം ഏത് ഡ്രസ്സ് ഇടാൻ പോണെന്ന്. ഓക്കെ, ഇന്നാണ് ഒഫീഷ്യലി എന്റെ ഈദ് ദിവസം. എവിടെ തുടങ്ങാലേ? ഞാൻ അങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റി ഇവിടെ നിൽപ്പുണ്ട്. എന്തൊക്കെയാ ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ കാണിച്ചു. അതിന് മുമ്പ് ഞാൻ ഡ്രസ്സ് കാണിക്കാം. ഇത് ഒരു നൈറ്റ് ആണ്. ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് ഒന്ന് മാറ്റണമെന്ന് കരുതി എടുത്തതാ. പിന്നെ ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡ്രസ്സ് ഇടാന്ന് കരുതി. കാരണം അതിൽ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആറ്റുനോട്ട് കാത്തു വെച്ചിട്ട് ഡ്രസ്സല്ലേ. പിന്നെ മെഹന്തി ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ട്. ഓർഗാനിക് ആയതിനൊരു ദിവസമൊക്കെ എടുക്കും. ഇനി ഞാൻ എന്തൊക്കെയാ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങളെ കാണിക്കണ്ടേ? ഇവിടെ ഇലക്ട്രിക് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, കർട്ടൻ ഇടാനുണ്ടായിരുന്നു. അതിന്റെയൊക്കെ തിരക്കിലാണ് കുക്കിംഗ് വീഡിയോ ഞാൻ കാണിക്കാത്തത്. പിന്നെ കുക്കിംഗ് വീഡിയോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം തട്ടിക്കൂട്ടാണ്. അപ്പൊ നേരെ കിച്ചണിൽ പോയിട്ട് എന്റെ കലാകൃതികൾ ഞാൻ കാണിച്ചു തരാം. മട്ടൻ കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അറിയാൻ പാടില്ല ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്നും. ടേസ്റ്റ് ഒന്നും നോക്കിയില്ല, നേരെ ഓടിച്ചൊന്ന് പോയി കുടിച്ച്. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ഒറട്ടി. ഈ ട്രിവാൻഡ്രം സൈഡിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഒറട്ടിയൊക്കെ കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പെരുന്നാളിൻ്റെ ദിവസം ഒറട്ടി കഴിക്കാൻ. പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല ഗൈസ്, അത്ര തന്നെ. ഈ ഒരു മാലയില്ലേ, ഇത് എനിക്ക് വാലന്റൈൻസ് ഡേക്ക് കിട്ടിയതാണ്. ഇത് ഞാൻ ആകെ ഒരു തവണ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ പെരുന്നാക്കിടാൻ വേണ്ടി മാറ്റി വെച്ചതാ. അപ്പൊ ഇത് നമുക്ക് ഐശ്വര്യമായിട്ട് ഇടാം ഇപ്പൊ തന്നെ. അയ്യോ, ഇതിനകത്തൊരു മാല കിടത്താൻ ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല. ഞാനിത് കളയട്ടെ. രസമുണ്ടല്ലേ? ഈ ഡ്രസ്സ് തന്നെ മതി ഇന്ന്. വേറെ ഡ്രസ്സൊന്നും മാറ്റാൻ എനിക്ക് തോന്നില്ല. ഇപ്പൊ ഞാൻ എങ്ങനെ ഫുള്ള് കാണിക്കില്ലേ? ഇത്രയും കാണിക്കാൻ പറ്റും, ഫുള്ള് കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഗസ്റ്റ് വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഞങ്ങളുടെ ഡ്രസ്സ് നോക്കിക്കേ. ഇല്ല, ഞാൻ ഇങ്ങനെ ഒരു ഡ്രസ്സ് എവിടെയും കാണിച്ചിട്ടില്ല. ഞാൻ അത് പറഞ്ഞു. നോക്കിക്കേ, ഓള് ഡ്രസ്സ് നോക്കിക്കേ, എന്റെ ഡ്രസ്സ് നോക്കിക്കേ. ഒരു അമ്മ പെറ്റ മക്കളാണ്. എനിക്ക് നിന്നെ കണ്ടപ്പോ എവിടെ കണ്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി. എന്താ കാര്യം? ഒമാനിയെ പോലെയൊക്കെ മീൻസ് മുഖമല്ല, ഡ്രസ്സിങ്. അല്ല ഇത് പിന്നെ പട്ടാണിയാണ്. കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നു. ആക്ച്വലി നോക്കിക്കേ, പൊന്നിങ്ങളാ സഹകരിക്കുന്നില്ല. നോക്ക്, നമ്മളെല്ലാം എത്തണം പിങ്ക് ഇട്ടിട്ട് വന്ന്. നല്ല മാലയാണല്ലോ ഇട്ടിരിക്കുന്നേ. സൂപ്പർ, അടിപൊളി. ഞാൻ ഷക്കീറയ്ക്ക് ഈദ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. തരാൻ പോവാണ്. ഓ, എന്റെ റോസ്. അടുക്ക് റോസ് നല്ല മണമുള്ളത് വീട്ടിൽ വാങ്ങിച്ചു വെക്കണം എന്ന് പറഞ്ഞു അവൾ. എനിക്ക് റോസ്, പിന്നെ വേറൊരു സംഗതി ഉണ്ട്, എനിക്ക് റോസിന്റെ സാധനം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. എന്റെ ഇഷ്ടങ്ങൾ ജെന്നെ അറിയാൻ തുടങ്ങിയിരിക്കുന്നു. അതെ, ഇഷ്ടപ്പെട്ടോടാ? ഞാൻ ഇതിൽ നട്ട് തനിക്കിടാം. വേറെ പോട്ടിലോട്ട് മാറ്റട്ടോ. സോ അങ്ങനെ ഫുഡെല്ലാം ടേബിളിൽ റെഡിയാക്കി വെച്ചു.
കറി ഞാൻ ഇന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് മട്ടൻ കറി ഉണ്ടാക്കിയത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഷക്കീറ തീരെ എരിവ് കൂട്ടലില്ല. അവളെ കൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്യിപ്പിച്ചു. ഒക്കെ ഓക്കെയാണ് ഗൈസ്. ഇത് കാണുമ്പോൾ എനിക്ക് വീടാ ഓർമ്മ വരുന്നത്. കാരണം പെരുന്നാൾക്ക് എപ്പോഴും നമ്മൾ മോർണിംഗിൽ പത്തിരി ഒറട്ടിയാണ് ഉണ്ടാക്കൽ. ഇതാണ് ഗൈസ് എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. ഇത് കഴിച്ചു നോക്കിയിട്ട് അവർ പറയും ഇത് സ്പെഷ്യലാണോ അല്ലേ എന്നുള്ളത്. ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ഷക്കീറ അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും കഴിച്ചിട്ടില്ല. തന്നെ ഉണ്ടാക്കി എങ്ങനെയുണ്ട് പാചകാക്ക? ഇതിൽ എന്താ ഇഷ്ടപ്പെട്ടെ? സൂപ്പർ കറിയോ? അല്ലേ, ഇങ്ങനെയാണ് കറി വെക്കല്. ഒരു കണ്ണൂരുകാരനും ഒരു മലപ്പുറത്തുകാരനും അത് സമ്മതിച്ചെങ്കിൽ ഗൈസ്. അതെ, പിന്നെ ഞാൻ കുറെ വർഷത്തിന് ശേഷമാണ് മട്ടൻ കറി ഒക്കെ ഉണ്ടാക്കുക. കുക്ക് ചെയ്യുന്നതന്നെ കുറെ കൊല്ലത്തിന് ശേഷമാണ്. 7 കൊല്ലമൊക്കെ ഈ അടുക്കള പടിപതൊക്കെ വല്ലതും താ ചേച്ചിന്ന് പറഞ്ഞിട്ട് ചോറ് താ ചേച്ചിന്ന് പറഞ്ഞിട്ട് അവിടെ കയറി ഇച്ചിരി ചോറ് ഇച്ചിരി ചമ്മന്തി എന്ന് പറഞ്ഞ ഇവിടെ വീട്ടിൽ കയറി ചെല്ലാറുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. അല്ല, അവള് നല്ല ഹോംലി ഫുഡ് അടിപൊളിയാ. നല്ല മീൻസ് ഹോംലി ഫുഡ് എന്നല്ല, ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആണ്. നമ്മൾ പരസ്പരം പൊക്കിപ്പറിച്ചിട്ട് എന്തായാലും നീ ഇത്രയൊക്കെ എന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സത്യസന്ധമായിട്ട് അത് പറയണമല്ലോ. അല്ല, എന്റെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. ഇല്ല, സത്യം. നാളെ നിന്റെ വീട്ടിലല്ലേ? അതൊക്കെ ഉണ്ട്, പക്ഷെ നിന്റെ വീട്ടിലല്ലേ നാളെ? എനിക്ക് റെസ്റ്റ് വേണം. പറ്റത്തില്ല. ഒരു മട്ടൻ കറി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് തുറന്നു പോയോ? ഒരു പീസ് കഴിച്ചു. എല്ലാരും കഴിച്ചു, ബാബ മാത്രമേ ഉള്ളൂ കഴിക്കാൻ. കഴിച്ചിട്ട് കുഞ്ഞാടുത്ത് പറയും സൂപ്പർ എന്ന് പറയും. കഴിക്കാണ്ടോ? സൂപ്പർ ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും ഇല്ലേ, കഴിക്കുന്നതിന് മുന്നേ കുമ്മനം ആ എക്സ്പ്രഷൻ ആണ്. അത് എന്താന്ന് എനിക്കറിയില്ല. പിന്നെ വീഡിയോ കട്ട് ചെയ്തതിന് ശേഷമാണ് ശരിക്കുള്ള റിവ്യൂ പറയാ. അച്ചു നല്ല രസമുണ്ട്, കുറച്ചുകൂടെ ഉപ്പിടായിരുന്നു. അച്ചു നല്ല രസമുണ്ട്, ഒരു കുറ്റവും പറയാനില്ല. ഇന്നത്തതാണ് പെർഫെക്റ്റ് പറയും. ഈ വീഡിയോൻ്റെ സൗണ്ട് എങ്ങനെയാണ് പോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വോയിസ് കട്ടായതുകൊണ്ടാണ് എനിക്ക് എൻ്റെ മേലെ കൂടെ കയറി സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. ഇതൊരു റെഡിമെയ്ഡ് സ്വീറ്റ് ആണ്, അതായത് ക്വിക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 5 മിനിറ്റ് പോലും വേണ്ട. അതിപ്പോഴേ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്നെല്ലാം കൂടെ ചേർത്ത് മിക്സ് ആക്കിയാൽ മാത്രം മതി. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഷക്കീറ എന്താണ് ഈ തള്ളുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാനത് ഡബ് ചെയ്യുന്നില്ല ഗൈസ്. ഇനി നമുക്ക് ആ ഒരു സ്വീറ്റ് ഡെസേർട്ട് ഉണ്ടാക്കാം. കാരണം ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഗൈസ്, അപ്പൊ നമ്മൾ ഈ നല്ല ഈ ഒരു ഗ്ലാസിന്റെ ഗ്ലാസ് അല്ല കേട്ടോ, പ്ലാസ്റ്റിക് ആണ്. ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ കുന്ത്രണ്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ പേരിടുന്നേ കൊക്കോ മച്ച അല്ല, കൊക്കോ ഇത് ആക്ച്വലി വൈറലായിട്ടുള്ള ഒരു കൊക്കോ ബ്രെഡ് പുഡിംഗ്. ഇത് ബ്രെഡ് അല്ല പെണ്ണുങ്ങളെ, ഇത് സബാഹു എന്ന് പറയുന്ന ഒരു കേക്കാണ്, ചോക്ലേറ്റിന്റെ കേക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇടാം സബാഹൽ ഖൈർ. എങ്ങനെയുണ്ട്? ഗുഡ് മോർണിംഗ്. ഇഷ്ടപ്പെട്ട്. നമുക്ക് സബാഹൽ ഖൈർ ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ. ഇതാണ് ബേസ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അതെ, വെറും ബേസ് ആണെന്നൊക്കെ നമ്മൾ ഇതില് ഫസ്റ്റ് ഇങ്ങനെ ബേസ് ആണ് കൊടുക്കാം. ഞാൻ എന്തുവാടാ അസിസ്റ്റന്റോ? ഇല്ല, ഞാൻ ഇത് വെക്കുമ്പോ ഞാൻ വെക്കും, എന്നിട്ട് അപ്പുറത്തേക്ക് നീ വെക്കും. ഗൈസ്, ഗ്യാപ്പ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ആരെങ്കിലും പിടിക്കണമല്ലോ. ഈ ക്യാമറയുടെ ആംഗിളിൽ വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ എന്റെ ഇക്കുവിനെ കുറ്റം പറയരുത്. ഇക്കു അല്ല ഇത് എടുത്തു തരുന്നത് വേറെ ആളാണ്. ജന്ന സ്ഥിരം ശമ്പളത്തിന് വെച്ച ഒരാളാണ്. അതാ പറഞ്ഞത്. ഇങ്ങനെ എടുത്തോടാ, ഇന്നലെ എടുത്തിട്ട് ഇവിടെ എങ്ങനെ ക്രോസ് ചെയ്തോ? നീളത്തിന് കിട്ടണ്ടേ? 2 കഷ്ണാക്കുന്നത്. അല്ല അല്ല, അങ്ങനെ അല്ല പരിപാടി, ഇങ്ങനെയല്ല. കൊല്ലു കുപ്പിടാം ഞാൻ. അവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. അപ്പൊ ഞാനായി കുറ്റക്കാരി. ഇത്ര പെർഫെക്ഷനോട്. ഓക്കെ, നമ്മളെ ബേസ് റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ടോ ചോദിച്ചാൽ ഇത്ര പെർഫെക്ഷൻ ഞാൻ ഉണ്ടാക്കിയുണ്ടാവൂല കേട്ടോ. ഷെഫടാ, ഷെഫ്. മലപ്പുറം കത്തീരെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. അത് മതി, വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. പറ്റത്തില്ല ഗൈസ്, ഞാന് BBA ഏവിയേഷൻ ആണ്, പാസ്സായതാണ്. വെപ്പ് കാര്യമല്ല. എന്തിനായിരുന്നു അത്? ഇല്ല, ഇതിന്റെ മണ്ടൂടെ വേറെ സാധനം ഒഴിക്കുന്നുണ്ട്. ഇത് വെറും ബേസ് ആണ്. ഓ, ഞങ്ങൾ തമ്മിൽ തല്ലായ പ്രശ്നമുണ്ടോ?
ഓക്കെ ഇത് ഞാൻ പിടിക്കാം, നീ ഒഴിക്കുക. ഇല്ല ഇത് ഇനിയിപ്പം ചോക്ലേറ്റ് മിൽക്കാണ് എന്റെ മകളിന് ഒഴിക്കുന്നത്. ബേർഡ് പണി കഴിഞ്ഞാൽ പിന്നെ ഇവളാണ് എഡിറ്റോറിയൽ കം ക്യാമറമാൻ ഒക്കെ വെച്ചും കണ്ടാണ് കേട്ടോ പരിപാടി. ഒരെണ്ണം മതിയാവുമായിരിക്കൂലേ? അടുത്ത് കൊണ്ടുവരൂ. കമോൺ, നമ്മൾ ഒഴിക്കുന്ന എങ്ങനെ കാണണം ആൾക്കാര്. ഇതെല്ലാരും വീട്ടില് ചെയ്യണം കേട്ടോ. ഇതിന്റെ പേരാണ് സബാൽ ഖൈർ. അല്ല കേട്ടോ, ഇതിന് വേറെന്തോ പേരുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇട്ട പേരാണ് സബാൽ ഖൈർ. മതിയും തോന്നുന്നു. സബാൽ ഖൈർ എന്ന് അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് ആണ് guys. ഇത് ചോക്ലേറ്റ് ഡെസേർട്ട് ആണ്. ഇതിന്റെ മണ്ടയ്ക്ക് ഇത് കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ക്യാമറ ഓഫ് പണി നട്ടായിരുന്നു. നീ എന്റെ സ്റ്റാൻഡേർഡ് വെച്ച് സംസാരിക്കട്ടോ. നിന്റെ സ്റ്റാൻഡേർഡ് വെച്ച് സംസാരിക്കട്ടെ. എന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ വെച്ച് നീ സംസാരിക്കൂ. അത് കളയാൻ എടുത്തതാണോ? ഇത് ഒരെണ്ണം മതിയാവത്തില്ല കേട്ടോ. ഇത് 2 എണ്ണം 3 എണ്ണം ഒക്കെ വേണം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇല്ല, ഒരെണ്ണം മതിയാവില്ല, ഒരെണ്ണം കൂടെ എടുക്കണം. എടുക്കണം. മതിയോ? ഞാൻ ഈ ഇടയായിട്ടാണ് കേട്ടോ ഇതിന്റെ ഡെസേർട്ട് ഒക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ശീലമൊന്നും ഇല്ല കേട്ടോ. മറ്റേ സാധനം ഇച്ചിരി ഒഴിച്ചത് കൂടിപ്പോയത് കൊണ്ടാണോ എന്റെ മണ്ടയ്ക്ക്? ജ്യൂസ് ഒഴിച്ചത് കൂടിപ്പോയി. നമുക്ക് ഫ്രീസറിൽ വെക്കാം. ജസ്റ്റ് ഒന്ന് ഒരു 5 minutes ഒക്കെ വെക്കാല്ലേ ഫ്രീസറിൽ. ഒരുപാട് തണുക്കുണ്ടായത് കാരണം ഇതെല്ലാം അങ്ങനത്തെ സാധനം കട്ടായി പോയി കഴിഞ്ഞാൽ രസം ഉണ്ടാവും തോന്നില്ല. ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഈ സാധനം. നമ്മൾ വായിലിട്ട് കഴിഞ്ഞാലേ കടിച്ചു പൊട്ടിച്ചോ അല്ലാണ്ടൊന്നും കഴിക്കാൻ പാടില്ല. അലിച്ച് തന്നെ ഇറക്കണം. ഭയങ്കര ടേസ്റ്റ് ആണ്. നമ്മള് ടോപ്പിങ്ങിന് എടുത്തതാണ്. കൈ കൊണ്ട് ഇടിച്ചു പൊട്ടിച്ചിട്ടിട്ടാലോ? വേണ്ട, ഉണ്ടായിട്ടിടല. എണ്ണ മറന്നു എത്ര നാളെ. ഇത് മറ്റേ UAE ഇറാൻ മിസൈൽ കൂട്ടിട്ട് നമ്മൾ തടുക്കുന്ന അതേ സെറ്റപ്പാണ്. ഒരു ഉണ്ടായിട്ട് നിർവീര്യമായി വന്ന് കിടക്കും കൂടെ. രസം ഉണ്ടാടാ. ഇതിനങ്ങനെ ഇടാറൊന്നുമില്ല. അടിച്ചു പൊട്ടിച്ചിടായിരുന്നു. 2 ആയിട്ട് പൊളിച്ചിട്ടിടായിരുന്നു അല്ലേ ഗൈസ്. ഇതിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മളിത് 5 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രീസർ. നമുക്ക് റെസ്റ്റ് എടുക്കാം. എന്താ ചെയ്യുന്നേ? എന്തിനാ തുറന്നേ? എന്തിനാ തുറന്നേ? അടച്ചേക്കേ, നോക്കിക്കേ. അടച്ചേക്ക. ഹലോ, ഞാൻ ഇവിടെ ഇരിക്കുന്ന കാണുന്നുണ്ടോ? നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച സാധനം എടുക്കാം ഗൈസ്. എടുക്കട്ടെ? ഫ്രിഡ്ജിൽ വെച്ച ഫ്രീസറിലല്ലേ? ഞാനേ ഏത് ഫസ്റ്റ് ഞാൻ കഴിക്കുന്നില്ല. ഞാൻ ഇവിടെ ആക്ച്വലി ഒരാള് ഞാൻ തട്ടിപ്പോയിക്കോട്ടെ വന്നടം മുതല് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. എന്റെ ഓർമ്മയില് 2-3 മാസം മുന്നേ എടുത്ത വീഡിയോ പോലും ഇവൾ ഇതുവരെ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. റമലാന്റെ കുറെ വ്ളോഗൊക്കെ ഒരുമിച്ച് എടുത്തായിരുന്നു. ഇനി ഇത് എപ്പോഴാണ്? ഈ കൊല്ലം ഇടോ? ഇത് റിസൾട്ട് ആണ്. ഓക്കെ, അത് നീ തൽക്കാലം മാറ്റി വെക്ക്. ഇത് കഴിക്ക്. ഇടയ്ക്കിടയ്ക്ക് ലൈറ്റിന്റെ എഫക്റ്റ് ഒക്കെ കൊടുക്കുന്നു. എസ്ലിൻ ഇട്ടേ, ലൈറ്റ് ഇട്ടേ. ലൈറ്റ് ഇടുന്നുണ്ട്. സെറ്റായി ഒന്നും അറിയാൻ പാടില്ല. സെറ്റായി, കാരണം അങ്ങ് ഇളകുന്നില്ല. 2 സ്പൂൺ ഉണ്ടെങ്കിൽ മാൾട്ടസ് അവിടെ നീങ്ങിയിരിക്കുക. ചേർച്ച അടിച്ചില്ലല്ലോ. എടുക്കണോ? ശരിയോ? കൊള്ളാം. കോഫി എന്താ ലക്ഷണം കേട്ടോ? എന്താ ഇതിൽ നമുക്ക് കുറച്ച് വൈറ്റ് ക്രീം കൂടെ മൊത്തത്തിലേക്ക് ഡാർക്കായി പോയി. ഡാർക്ക് സീനായി പോയി. കൊള്ളാം. വാവ് ഫാക്ടർ ഒന്നുമില്ല. മതി. എനിക്ക് ഒരാഴ്ചത്തേക്കുള്ളതായിട്ടുണ്ട് ഷുഗർ. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ആക്കാന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ ഞാൻ ഇടാൻ വേണ്ടി പോകുന്നേ. ഇട്ടതിന് ശേഷം കാണിക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഈ ഒരു കളർ ആരും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നെ ഇടാൻ വേണ്ടിട്ട് പെരുന്നാൾ ദിവസം. അതുകൊണ്ടാണ് വെറൈറ്റി ആയിട്ട് തന്നെ ഞാൻ എടുത്തത്. എല്ലാരും ബ്ലാക്ക്, റെഡ്, വൈറ്റ്. ഈ കളർ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ കളറിന്റെ പേര് അറിയാത്തോണ്ടാണോ? എന്തായാലും ഇട്ടിട്ട് വരാം കേട്ടാ. എങ്ങനെയുണ്ട് ഗൈസ്? ഔട്ട്ഫിറ്റ് എനിക്ക് ഫുള്ള് കാണിച്ചിടാൻ പറ്റുന്നില്ല. ഞാൻ പുറത്തിറങ്ങിയിട്ട് ഷക്കിറാനെ കൊണ്ട് എന്റെ ഫുൾ ഡ്രസ്സ് കാണിപ്പിച്ചു തരാം കേട്ടോ. ഞാൻ ഡ്രസ്സ് മാറ്റിയപ്പോഴേ എനിക്ക് പുറത്ത് പോകാനൊരു മോഹം. അപ്പൊ ഇവർക്ക് എന്തൊക്കെയോ ഷോപ്പിങ്ങോ എവിടെയാടാ ചില്ലറ വീട് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഗ്രോസറി. അതെ. അപ്പൊ അവര് വേറെ വഴിക്ക് വരുന്നേ ഉള്ളൂ. ഞാൻ അതുവരെ ഇവളുടെ കൂടെ ഉണ്ടാവും.
താഴെ വെയിറ്റ് ചെയ്യും. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ മൂവിക്ക് പോവാണ്. മൂവി സമയം ഏതായാലും കഴിഞ്ഞ് മൂവിന്റെ വർക്ക് വരെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് പോയെന്നും വേണ്ട, നടക്കാനുള്ള ദൂരം ഉള്ളതുകൊണ്ട് ലൈറ്റ് അവര് ഷോർട്ട് സർക്യൂട്ട് ആവും വിചാരിച്ചിട്ട് അണച്ചിട്ടിരിക്കും. ഞാൻ എടുക്കാം വ്ളോഗ് നിങ്ങൾക്ക്. എനിക്ക് ഡ്രസ്സും കാണിച്ചു കൊടുക്കാം. ഡ്രസ് കണ്ടില്ലല്ലോ. പിടിച്ചോടാ, കണ്ടോ? ഇതാണ് അവളുടെ ഡ്രസ്. കണ്ടോ ഗൈസ്? ഞാനത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഫുള്ള് ഡ്രസ്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ബാക്കിൽ ഇട്ടിട്ടില്ല. ബിക്കോസ് ഇത് കണ്ടോളൂ, മിനിമിനോ മിനുങ്ങുന്നു. കൊള്ളാല്ലേടാ? മിനിമിനോ മിനുങ്ങുന്നു. കൊള്ളാം. ഷോളില് ചെറിയ വർക്കൊക്കെ ഉണ്ട്. ഇക്കുപ്പ വരൂ കേട്ടോ വണ്ടി അയച്ച്. നടന്നോളൂ. മൈലാഞ്ചി നോക്കട്ടെ. മൈലാഞ്ചി ഒക്കെ ഇട്ടോ പെരുന്നാളായിട്ട്. പെരുന്നാളിന്റെ ഗുട്ടൻസ് നീ പറഞ്ഞോടാ ഇവരോട്? ഞാൻ സ്റ്റാർട്ടിങ്ങില് പറഞ്ഞു റീക്രിയേറ്റിംഗ് ആണെന്നുള്ള. ഓക്കെ, ഞാൻ അവള് പറഞ്ഞോ ഇല്ലയോന്ന് അറിയാത്തോണ്ടേ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് ജന്നന്റെ ഡ്രസ്. ഒന്ന് കറങ്ങി അടിച്ച്. എന്താ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത? വയറുവേദന ഗൈസ്. സാധാരണ ഞാന് ട്രിപ്പ് പോകുമ്പോഴാണ് എനിക്ക് വയറുവേദന വരാറ്. ഇപ്പൊ ട്രിപ്പ് ഒന്നും പോവാത്തത് കൊണ്ട് എന്നാ പിന്നെ ഒരു വിശേഷ ദിവസം തന്നെ വരാം എന്ന് പറഞ്ഞ് കെട്ടിയെടുത്തിട്ട്. അതാണ് വെച്ചാ റീക്രിയേറ്റഡ് ആണേ. കമ്മലൊന്നും കാണിച്ചേ. ഇതിന്റെ കൂടെ ഉള്ളതല്ല, ഇടാറുള്ളതാ. അതെ, എന്നാലും ഇതിന് മാച്ച് ഉണ്ട്. വച്ച് പിടിച്ചു പോയിക്കോ. ഇവിടെ ഞാൻ ഇവിടെയാണ് കേട്ടോ ഡ്രോപ്പ് ചെയ്യുന്നത്. കണ്ടപ്പോ ലംബോർഗിനിയിലാണ് അവൾ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നത്. കാൽനടയല്ലേ? കാൽനട തന്നെ, എന്നാലും നിനക്ക് ഞാൻ കൂട്ടുവന്നില്ലേടാ ഈ സന്ധ്യ സമയത്ത്. അല്ല, ഇത് അസമയാണ്. അസമയത്ത് പെമ്പിളര് പുറത്തിറങ്ങിയാൽ എന്താ? ഇനിയിപ്പോ സിനിമയ്ക്ക് പോയിട്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിലേ. അതെ, നിങ്ങൾ മറ്റേ കമന്റും കൊണ്ട് ഇറങ്ങരുത്. ദിസ് ഈസ് UAE. ഇവിടെ ഏത് മണിക്കും നമുക്ക് പുറത്തിറങ്ങാം. 4 മണിക്കോ 3 മണിക്കോ 2 മണിക്കോ ഒക്കെ പുറത്തിറങ്ങാം. എന്നാലും ഒറ്റയ്ക്കൊരു പെണ്ണ് പോയാച്ചാ ആർക്കെങ്കിലും കയറി പിടിക്കാം എന്നല്ല എന്റെ അർത്ഥം. സോ ഇവിടെയാണ് കേട്ടോ ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്യുന്നത്. ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. ഞാൻ ഇവിടെ നിന്നാ പോരടാ. ഞാൻ കണ്ട പടം തന്നെ ആയതുകൊണ്ടേ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഗൈസ്. വൈൻഡ് അപ്പ്. നോക്കട്ടെ ബാക്കി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഉണ്ട്. കാരണം എന്താ വെച്ചാല് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് വിശക്കുവാണെങ്കിൽ അതുപോലെ നമ്മൾ നോക്കാം. എന്താ അച്ഛാ എങ്ങനെ അച്ഛാ. ഓക്കെ, ബൈ.